ഉത്സവങ്ങളിൽ മാരിയമ്മൻ, കാളിയമ്മൻ, മീനാക്ഷി എന്നീ ദേവതകളെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. ചിക്കുവാദ്യം, കിടിമുട്ടി, കുഴൽ, കട്ടവാദ്യം എന്നീ ഉപകരണങ്ങൾ സംഗീതത്തിനായി ഉപയോഗിക്കുന്നു. പരമ്പരാഗതമായി പുരുഷന്മാരാണ് വാദ്യോപകരണങ്ങൾ വായിക്കുക. കലോത്സവ വേദിയിൽ ഗേൾസ് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുമ്പോൾ ഉപകരണങ്ങൾ വായിക്കാൻ അവർ പുരുഷവേഷം കെട്ടുന്നു. പരമ്പരാഗത രീതി വേദിയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുരുഷവേഷത്തിൽ പെൺകുട്ടികൾ എത്തുന്നത്. മുണ്ടും ഷർട്ടും വേഷം ധരിച്ച് മീശയും തലക്കെട്ടുമായാണ് ഇവർ എത്തുക. ദേവിനെ പ്രീതിപ്പെടുത്താനുണ്ട്. പിന്നെ മുൻകാലങ്ങളിൽ കാട്ടിലൊക്കെ കിട്ടുന്നതല്ല കിഴങ്ങ് സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മീനാക്ഷമ്മയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് കൂടുതലും ചെയ്യുന്നത്. അത് സാധാരണ ബോയ്സാണ് താളം കൊട്ടുന്നത്, അടിക്കുന്ന ഫുള്ള് ബോയ്സ് തന്നെ. അപ്പോൾ അതിനെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പെൺപിള്ളേർക്ക് ബോയ്സിൻ്റെ ഡ്രസ്സ് ചെയ്യുന്നത്. കലോത്സവങ്ങളിൽ പെൺപിള്ളേരെ കൊണ്ട് ഗേൾസ് സ്കൂളാകുമ്പോൾ പിള്ളേർ തന്നെ അവരുടെ ബോയ്സിൻ്റെ വേഷം ധരിച്ചിട്ട് അങ്ങനെ ചെയ്യും. മലപ്പുലയാട്ടത്തിലെ വാദ്യോപകരണങ്ങൾ പിടിച്ച് ഏറെ നേരം വേദിയിൽ നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് പെൺകുട്ടികൾ പറയുന്നു. പിള്ളേരാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടാകും, അത്രയും വെയിറ്റ് എടുത്ത് നിന്ന് അടിക്കണത്. കുറച്ച് വെയിറ്റ് ഉണ്ട്, കെട്ടി കുറേ നേരം നിൽക്കുമ്പോൾ കുറച്ച്, പിന്നെ കൈ ഇങ്ങനെ കടയും കുറച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ. പാരമ്പര്യമായിട്ട് അവർ ആണുങ്ങളാണ് കൊട്ടുന്നതൊക്കെ. അപ്പോൾ നമ്മളോട് സാറുമാരും അങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞത്. കൈ നല്ല വേദന എടുക്കും, കുറേ നേരം നിർത്താണ്ട് കൊട്ടണം, കൈ നല്ല വേദന എടുക്കും. ഗോത്രവിഭാഗത്തിന്റെ ആചാരങ്ങളുടെ പ്രത്യേകതകൾ കൂടിയാണ് കലോത്സവ വേദിയിൽ എത്തുന്നത്. കാലക്രമേണ അവതരണങ്ങളിൽ മാറ്റം വന്നേക്കാം. കലോത്സവ വേദിയിൽ നിന്നും CS ബൈജുവിനൊപ്പം AT അശ്വതി.